ഹായ്, നമ്മുടെ ഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയതാട്ടോ. ഒരാവശ്യമായി ബന്ധപ്പെട്ട് പോയതാണ്. അവിടെ ചെറുമേ കുറേ കോഴികൾ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അവരുടെ മുട്ടയൊക്കെ എടുത്തിട്ട് ദേ ഒരു കറിയും വെച്ചു. കറി വെച്ചിട്ട് ആള് ദേ ഒരു പോക്ക് പോയി. ദേ ഇത് തന്നെ ആ പരിപാടി. എന്തിപ്പോൾ ഈ വൈകുന്നേരം നേരത്ത് തിരുവാതിരക്കളി കളിക്കണേ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ചിങ്ങം 1 കർഷക ദിനം, ഇതിനോടനുബന്ധിച്ച് പ്രാക്ടീസാണ്. അവരുടെ പഞ്ചായത്തിലെ തിരുവാതിരക്കളിയും കൊയ്ത്തുപാട്ടിൻ്റെ ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചുവട് വെക്കണം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേര് മാത്രമല്ല കേട്ടോ, തിരുവാതിരക്കളിക്ക് 8 പേരുണ്ട്. 4 പേര് വന്നിട്ടില്ല. അപ്പോൾ സ്റ്റെപ്പ് മറക്കാതിരിക്കാൻ അവർ ഡെയിലി അടുത്തുള്ളവർ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പകൽ ബാക്കിയുള്ളവരും കൂടെ വന്ന് എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ രാവിലെ സ്റ്റാൻഡ് വിടും. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ കിട്ടിയ ചാൻസിന് എടുത്തതാണ് ഈ 4 പേരെ. അപ്പോൾ എങ്ങനെയുണ്ട്? പുലികൾ തന്നെയല്ലേ. ഇവരുടേത് ആദ്യത്തെ തിരുവാതിരയൊന്നുമല്ല കേട്ടോ. 5-6 വർഷമായി ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ചില്ലറക്കാരല്ലെന്ന് മനസ്സിലായില്ലേ? തിരുവാതിരക്കളി, വട്ടംകളി, ചുവടുകളി, അങ്ങനെ പലവിധ കളികളും ഇവർ കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഗ്രാം കണ്ടിട്ട് പല സ്ഥലത്തുനിന്ന് ഇവർക്ക് ക്ഷണം കിട്ടാറുണ്ട്. ഇപ്രാവശ്യം ചിങ്ങം 1 ഇവരെ സെലക്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഞാനങ്ങനെ ഇവരുടെ തിരുവാതിരക്കളി കണ്ട് ആസ്വദിച്ചിരുന്നു പോയിട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞാൽ കൊയ്ത്തുപാട്ടിൻ്റെ ഒരു ഡാൻസും കൂടി ഉണ്ട്. കൊയ്ത്തുപാട്ട് എന്തായാലും വേണമെന്ന് ഇവരോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന്. അപ്പം കൊയ്ത്തുപാട്ടിന് 6 പേരാണ് കേട്ടോ. അതിന് ഈ അമ്മാമ്മയില്ല, ആ 3 പേരും പിന്നെ ഒരു 3 പേരും കൂടെ ഉണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇവരുടെ ഈ കളി കണ്ടപ്പോൾ എനിക്കും കളിക്കാൻ തോന്നി. നിങ്ങൾക്കും തോന്നിയില്ലേ? ഇവരുടെ ഈ പ്രായത്തിൽ എന്ത് മനോഹരമായിട്ടാണ് ഇവർ ഈ ചുവട് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ അല്ലേ? ഈ കളി കണ്ടപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. ഞങ്ങളുടെ കുട്ടിക്കാലം, ഞങ്ങളുടെ അമ്മമാർക്കും ഞങ്ങൾ കുട്ടികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണത്. പ്രത്യേകിച്ചും ഓണക്കാലം. എല്ലാ വെക്കേഷനും ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. വെക്കേഷൻ കഴിഞ്ഞ് പോരുമ്പോൾ ഞാൻ എപ്പോഴും കരയും കേട്ടോ. അതെപ്പോഴും അവർ പറയും, കാരണം അത്രയും എൻജോയ്മെൻ്റാണ്. എനിക്ക് അവിടെ നിന്ന് പോരുമ്പോൾ കരച്ചിലാണ്. അപ്പം അയൽവാസികളും പറയും എപ്പോഴും, കാരണം നിങ്ങളെ അച്ഛനും അമ്മയും ഉള്ള അപ്പോൾ എന്ത് രസമായിരുന്നു എന്ന് പറയും. പ്രത്യേകിച്ച് ഓണക്കാലം ആയിക്കഴിഞ്ഞാണ്ടല്ലോ എല്ലാവരും വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ അവിടേക്ക് വരും. അച്ചാച്ചൻ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ കെടുത്തില്ല, വിളക്ക് നേരെ മുറ്റത്തേക്ക് ഇറക്കി വയ്ക്കും. അതിന് ചുറ്റും ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും പിന്നെ അയൽവാസികളും ബന്ധുക്കാരും അവിടെ അടുത്തുള്ളവരൊക്കെ വരും. എന്നിട്ട് ഓണം കളിയാണ്. അച്ചാച്ചനും അമ്മാമ്മയും പാട്ടുപാടും, ഞങ്ങളെല്ലാവരും കളിക്കും. അത് എത്ര നേരം കളിച്ചാലും മതിയാവാത്ത കളിയാണ് കേട്ടോ. അപ്പം അച്ചാച്ചനും അമ്മാമ്മയും പാടൽ അവർക്കും മതിയാവില്ല പാട്ട് പാടിയിട്ട്. ഇനി കളിക്കണ്ടോ പിള്ളേരെ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ അത് കേട്ടിട്ട് ഞങ്ങൾ ഇനിയും കളിക്കുന്നുണ്ട്. അപ്പം എത്ര കളിച്ചാലും മതിയാവില്ല, എത്ര പാട്ട് പാടിയാലും മതിയാവില്ല. ഓണം കഴിഞ്ഞാലും ഓണം കളി നിർത്തില്ല. വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത് വരെ കളിക്കും, അതാണ് കണക്ക്. അതുപോലൊരു കളി വീട് ആ ചുറ്റുവട്ടത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയൽവാസികളും കളിക്കാൻ വരുന്നത്. അവർക്കും അത് മറക്കാനാവാത്ത ഓർമ്മകളാണ്. ഇന്ന് പക്ഷേ കളികൾ നടക്കുന്നുണ്ട്. അതുപോലെ പാട്ട് പാടിത്തരാനും ഒപ്പം ഇരിക്കാനും എത്ര പേരുണ്ട് അറിയില്ല. എത്ര കഥകൾ പറഞ്ഞു തന്നിരിക്കുന്നു. അച്ചാച്ചൻ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും. അതൊരു സുവർണ കാലം തന്നെയായിരുന്നു. ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴും എന്താ പറയുക, രോമാഞ്ചം വരുന്ന ഒരു ഓർമ്മകളാണ് അത്. കൊയ്ത്തുപാട്ട് തുടങ്ങിയിട്ടോ. കാളേനെ പൂട്ടലും കൊയ്യലും മെതിക്കലും കൊട്ടയിൽ കൊണ്ടുപോകലും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. ശരിക്കും ആ പാടത്ത് എങ്ങനെയാണോ കൃഷി ഇറക്കുന്നത് തൊട്ടിട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഡാൻസിലൂടെ ഇവർ പറഞ്ഞു തരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ ബൈ.
അപ്പൊ തിരുവാതിരക്കളിയും കൊയ്ത്തുപാട്ടൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചെറുകിഴങ്ങ്. അപ്പൊ ഞാൻ വന്നപ്പോഴേ ചെറിയമ്മ ചെറുകിഴങ്ങ് മേടിച്ചിട്ട് വന്നാട്ടാ. നിനക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഈ വർഷം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം മേടിച്ചിട്ട് വന്ന് പുഴുങ്ങി വെച്ചതാണ്. അപ്പൊ ഞങ്ങളിത് കഴിച്ചോട്ടെ. നിങ്ങൾ കഴിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത്? എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ പാലക്കാടുള്ളപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം പാലക്കാട് ഇത് റയറായിട്ടേ കിട്ടുള്ളൂ. പണ്ട് അച്ചച്ചനും അച്ഛമ്മയൊക്കെ ഉള്ളപ്പോൾ ഇത് വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുകിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ദേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചെറിയമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ബൈ ബൈ.